ഓരോ യാത്രയും ഓരോ അനുഭൂതിയാണ്. കാണാൻ കാഴ്ചകളും ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളും. ഈ യാത്ര അധികമാരും ചെയ്തിട്ടില്ലാത്ത വഴികളിലൂടെയാണ്. ഇത് കൈലാസഗിരി. Just like me, to mess up a good thing. Another night ruined, I don't even know when we became this way. Now you're acting so different than back when we had it easy. And now you don't believe me when I say I'll change. ആ കാണുന്നതാണ് കൈലാസഗിരി. സീ ലെവലിൽ നിന്ന് 1300 അടി മേളിലാണ് കൈലാസഗിരി ഇരിക്കുന്നത്. നമ്മുടെ വാഗമണ്ണേക്കാളും പരുന്തുംപാറേക്കാളും ഈ കുട്ടിക്കാനം പീരുമേടി ഭാഗത്തുള്ള ഏതൊരു ഹിൽ സ്റ്റേഷനേക്കാളും 100 മീറ്റർ മേളിലായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടേക്ക് ഒരുവിധം സഞ്ചാരികൾ അധികം എത്തിയിട്ടില്ല. ആ സ്ഥലം വൈറൽ ആയിട്ടുമില്ല. ബട്ട് ഇന്ന് നമ്മൾ അവിടെ പോവുകയാണ്, ആ സ്ഥലം കാണുകയാണ്. അതിന്റെ പേര് ശ്രദ്ധിച്ചല്ലോ, കൈലാസഗിരി. അതിനൊരു റീസണും കൂടി ഉണ്ട്. അത് നമ്മൾ അവിടെ എത്തിയിട്ട് ഡിസ്കവർ ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ ലാൻഡ്മാർക്കാണ് വുഡ്ലാൻഡ്സ് എന്ന് പറയുന്ന ഈ സ്ഥലം. ഇവിടെ നമുക്ക് ആദ്യത്തെ സൈൻ ബോർഡ് കാണാം. ഇതാണ് കൈലാസഗിരിയുടെ ആദ്യത്തെ സൈൻ ബോർഡ്. കാണുന്നുള്ള ഒരു ഷൂലൊക്കെ വെച്ചിട്ട് മൊത്തം മാഞ്ഞു പോയിരിക്കുന്ന ഒരു ബോർഡാണ് കേട്ടോ. പക്ഷെ ഇവിടെ നിന്നാണ് നമുക്ക് ഇങ്ങോട്ടുള്ള ഈ വഴിയിലാണ് നമുക്ക് കൈലാസഗിരിക്കുള്ള റൂട്ട്. ലെറ്റ്സ് ഗോ. കാണുന്ന ഹിൽ റേഞ്ച് ഇല്ലേ, അവിടെ ഈ കാണുന്ന റോഡില്ലേ, അവിടെയാണ് നമ്മുടെ ഓർഡിനറി മൂവി ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന ലൊക്കേഷനിൽ കാണുന്നതാണ് ചാർലി മൂവി ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത്രയും മനോഹരം അടിപൊളിയായിട്ടുള്ള ഒരു ലൊക്കേഷനിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. സോ ഡോണ്ട് മിസ് ദിസ് ലൊക്കേഷൻ ഇഫ് യു ആർ പ്ലാനിങ് ടു ട്രാവൽ ടു ഇടുക്കി. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഓർഡിനറി മൂവിയുടെ കുഞ്ചാക്കോ ബോബനും ബിജു മേനോനും കൂടെ വീടായിട്ട് ഉപയോഗിച്ച ആ സ്ഥലമാണ്. ഇവിടെ സെറ്റ് ഇട്ടിട്ടാണ് അവർ വീട് ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ലൊക്കേഷനിലാണ് ചാർലിയിൽ ലാസ്റ്റ് പാർവതിയും അതുപോലെ തന്നെ മറ്റു ആക്ട്രസും കൂടെ നിന്ന് ക്ലൈമാക്സിൽ സംസാരിക്കുന്ന സീനുള്ളത്. ഇതൊക്കെ ഈ കൈലാസഗിരിയിലേക്ക് പോകുന്ന റൂട്ടിലാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം. ഈ ഏരിയ ഒക്കെ കണ്ടു കഴിഞ്ഞോ, ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റിസോർട്ട് ഉണ്ട്. ഇപ്പോൾ റിസോർട്ട് തുടങ്ങാനും എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഇടുക്കി ഭാഗത്തൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഏരിയാസൊക്കെ ഒന്ന് മൈൻഡിൽ വെക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എന്നെ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു റിസോർട്ട് കാണാം. ഇതുപോലെ ഒരുപാട് റിസോർട്ടുകളൊക്കെ പണിയാൻ പറ്റിയ ഒരു ഏരിയ ആണ്. ഇവിടെ ഒന്നും ലാൻഡിന് വലിയ കോസ്റ്റും വരുന്നില്ല. ഈ റോഡ് എന്ന് പറഞ്ഞാൽ അന്യായ ഓഫ് റോഡാണ്. ഓഫ് റോഡ് എന്തൂസിയാസ്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ റൂട്ടിൽ വരണ്ട കേട്ടോ. ഒരു രക്ഷയില്ലാത്ത റോഡ്. അങ്ങനെ നമ്മള് ഗ്ലെൻമേരി കഴിഞ്ഞ് LMS കഴിഞ്ഞ് കൊടുവയും കഴിഞ്ഞ് ഈ പറഞ്ഞ എന്താ നമ്മുടെ സ്ഥലത്തിന്റെ പേര് കൈലാസഗിരി. സത്യം പറയാലോ, ഈ ഓഫ് റോഡ് കയറി ഇറങ്ങിയപ്പോ ലൈക്ക് ബൈക്ക് പോകുന്നതിനൊരു പരിധി ഉണ്ടായിരുന്നു. ഇപ്പൊ ഹിമാലയനോ ഹീറോ ഇമ്പൾസ് ഒക്കെ ആണെങ്കിൽ പിന്നെ അടിച്ചു കയറി പോരാം. പിന്നെ നമുക്ക് ജീപ്പ് അല്ലെങ്കിൽ പജീറോയോ എന്താ പറയാ ഫോർച്യൂണറൊക്കെ കയറുമെന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. കാര്യം ഹെവി വെയിറ്റ് ആയതുകൊണ്ട്. കാര്യം റോഡിന്റെ പകുതി വെച്ച് വെട്ടി പൊളിഞ്ഞ് കീറി പോയിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ കുഴിയിലൊക്കെ ഇറക്കി കൊണ്ടുവരേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ശൂലം. ഈ ഭാഗം വരെ വണ്ടി പോവുള്ളൂ. പിന്നെ ഈ ഒരു വ്യൂവും കഴിഞ്ഞ് നമുക്കിപ്പോ കാണാം. ഇനി ഈ കാണുന്ന മലയുടെ മേളിലാണ് കൈലാസഗിരി ടെമ്പിളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് വഴി. ഈ പാറ കയറി വേണം നമ്മൾ മേളിലേക്ക് പോകാനായിട്ട്. നമുക്കിനി അവിടെ പോയി നോക്കാം എന്ത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് അവിടെ എത്തുമ്പോൾ നമുക്ക് കാണാം. ഇന്ന് ഈ ഷൂട്ട് ചെയ്യുന്ന ദിവസം 26 ഒക്ടോബർ, ദുർഗാ പൂജയുടെ പൂജ ഹോളിഡേയ്സിന്റെ അവസാനത്തെ ദിവസം. ഞാനിവിടെ വന്നപ്പോഴാണ് ഈ ഫാക്ട് ഒന്ന് ശ്രദ്ധിച്ചത്. ഈ കൈലാസഗിരി എന്ന് പറയുന്ന ഈ സ്ഥലം
ശിവന്റെ ഡയറ്റി അവിടെ ഇരിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് യുഗങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഒരു ശിവന്റെ ഡയറ്റി ഉണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം എത്രത്തോളമാണ് ഈ മഞ്ഞ് വന്ന് നിറയുന്നതെന്ന്. ഈ കുറച്ച് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഏലപ്പാറ ടൗൺ ആണ്. മാക്സിമം ഇത്ര പോകാൻ പറ്റില്ല, ഒരു പ്രൊട്ടക്ഷനും ഇല്ല, ഒരു ഗാർഡോ ഒരു ഗ്രില്ലോ ഒന്നുമില്ല. വളരെ റിസ്കി ഏരിയ ആണ് ഏലപ്പാറ ടൗൺ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുമിളി, പിന്നെ അങ്ങോട്ട് പോയാൽ പീരുമേട്, പിന്നെ അവിടെ നമുക്ക് വാഗമണ്ണ് കാണാം, കുട്ടിക്കാനം കാണാം, അതുപോലെ ഇടുക്കി ഡാമിന്റെ റിസർവയർ കാണാം. ഇതെല്ലാം ഈ ചുറ്റുവട്ടത്താണ്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ചുറ്റും വേറൊരു മലകളോ വേറെ ഒന്നുമില്ല. എൻ്റെ ചുറ്റും മേഘമാണ്, എൻ്റെ ചുറ്റും ഇരിക്കുന്നത് മുഴുവൻ മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയാണ്. ഈ സ്പോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ 360 ഡിഗ്രിയിൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ സ്ഥലവും കാണാമെന്നുള്ളത് ഈസ് ആക്ച്വലി എ മിറക്കിൾ. വളരെ വളരെ ശാന്തവും വളരെ സമാധാനവും വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഇതെന്നുള്ളത് ഭയങ്കര അതിശയമായി. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് വിഷ്വൽസ് കാണാം. Silence way too loud. Yeah, 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 yeah. 'Cause I won't be okay without you every day. Baby, don't run away. Baby, don't throw my love away. Baby, don't throw my love away. Away, yeah, yeah. Away, yeah, yeah. ഞാൻ ഈ കൈലാസഗിരിയിൽ എത്താൻ ഏക കാരണം സബീർ പള്ളിക്കുന്നാണ്. സബീർ പള്ളിക്കുന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലൂടെ വർക്ക് ചെയ്യുന്നു. സോ എനിക്ക് പേഴ്സണലി അറിയാം. അതുപോലെ തന്നെ സബീറിന് ഇവിടെ സ്വന്തമായിട്ടൊരു ട്രാവൽ ഏജൻസി ഉണ്ട്. ഇറ്റ് ഈസ് ക്ലൗഡ് സ്ട്രീറ്റ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ ആർക്കെങ്കിലും കൈലാസഗിരി ആണെങ്കിലും പീരുമേട്, കുട്ടിക്കാനം, വാഗമൺ ഏതൊരു സ്ഥലമാണേലും ഈ ഭാഗത്ത് മൂന്നാറാണേലും കൊളുക്കുമല ആണെങ്കിലും എവിടെ പോകണമെന്നുണ്ടെങ്കിലും സബീറിനെ കോൺടാക്ട് ചെയ്യാം. ഇവിടെ വരുമ്പോൾ 1, 2, 3 ഒരു വീക്ക് പാക്കേജ് ആണെങ്കിലും ഒരു 1 മന്ത് ഇവിടെ വന്നാലും നിങ്ങളെ കൊണ്ടുപോകാൻ മാത്രം ലൊക്കേഷനും കയ്യിൽ സ്റ്റോക്ക് ഉള്ള ആളാണ് കേട്ടോ സബീർ. ഇത് ശരിക്കും കൈലാസഗിരി എന്ന് പറഞ്ഞ സ്ഥലം കൂടുതലും ഇടുക്കിയിൽ ടൂർ വരുന്നവരൊന്നും അറിയാത്ത സ്ഥലമാണ്. ഇറ്റ്സ് വൺ ഓഫ് ദ ടോപ്പ് സ്റ്റേഷൻ ഓഫ് ഇടുക്കി അല്ലെങ്കിൽ പീരുമേട് എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഏകദേശം സീ ലെവലിൽ നിന്ന് ഒരു 4500 അടി ഹൈറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കൂടാതെ ഇവിടെ ടെമ്പിളാണ് ഇവിടുത്തെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയാനുള്ളത്. പിന്നെ കൂടുതലും ഇവിടെ വരുന്ന ഒരു ടൂറിസം അതുമായിട്ട് ബന്ധപ്പെട്ടല്ല വരുന്നത്, ഈ അമ്പലത്തിലേക്ക് വരുന്നവരാണ് കൂടുതലും ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള ഫീല് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ ഒരു 360 ഡിഗ്രിയിൽ നമുക്ക് തേക്കടി, ഇടുക്കി, പിന്നെ വാഗമൺ, ഈവൻ പരുന്തുംപാറ, കുട്ടിക്കാനം, ഇത് ഈ എല്ലാം, അതായത് ഏകദേശം ഇടുക്കിയിലെ നമ്മൾ പീരുമേടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ടൂറിസ്റ്റ് പ്ലേസ് എല്ലാം തന്നെ ഇവിടെ നിന്ന് നമുക്കൊരു സിംഗിൾ വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പം അതിനെ പരമാവധി അതിൻ്റെതായിട്ടുള്ള കുറച്ച് റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട്, അതൊക്കെ കീപ്പ് ചെയ്ത് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. പിന്നെ വരുന്നിരുന്നാലും നമുക്കൊരു വളരെ ഒരു പീസ്ഫുൾ ഫീലാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പം വരുന്നവർ വരിക, എൻജോയ് ചെയ്യുക. ദെൻ ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ റെസ്ട്രിക്ഷൻസ് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യുക. ഈ സ്പോട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യത്തിൽ വെച്ചിട്ട് ശിവനെ ആദിയോഗി എന്നാണ് പറയുന്നത്. ഏറ്റവും ആദ്യം ആയിട്ട് അറിവുകൾ കിട്ടിയിരുന്ന മനുഷ്യനാണ് അദ്ദേഹമാണ്. പിന്നീട് സപ്തഋഷികൾക്ക് അറിവുകൾ പകർന്നു കൊടുക്കുന്നുണ്ടായത്. അപ്പോൾ ആ ഒരു ഇതൊക്കെ കാര്യം നോക്കുമ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കോൺസെൻട്രേഷനും ഫോക്കസും മെന്റൽ എബിലിറ്റിയും അതുപോലെ തന്നെ സിറ്റിയിൽ നിന്നും മാറി വന്നിട്ട് ഈ ഒരു ലൊക്കേഷനിൽ ഇരുന്നതും അവിടെ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്തപ്പോഴും ഒക്കെ മനസ്സിന് കിട്ടിയ ഒരു കുളിർമയും ഈ കാഴ്ചകളെ മുഴുവൻ കാണുമ്പോൾ എൻ്റെ മനസ്സും അതുപോലെ ഇത് കാണുന്ന നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷമൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ സിറ്റി ലൈഫിൽ ഇരുന്ന് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ, കോവിഡായിട്ട് ലോക്ക്ഡൗൺ ആയിട്ടിരുന്ന് ബോറടിച്ച് ആ ഒരു ഇതൊക്കെ മാറ്റുക. നിങ്ങൾ നല്ല പ്രിക്കോഷൻസ് എടുത്തിട്ട് മാസ്കും സാനിറ്റൈസറും ഒക്കെ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യുക. പ്രായമുള്ളവരോട് ഞാൻ ചെയ്യാൻ പറയുന്നില്ല, പക്ഷെ യങ്സ്റ്റേഴ്സ് വീട്ടിലിരുന്ന് ബോറടിച്ച് പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നവരാണേലും എന്തെങ്കിലും ഒരു പുതിയത് സ്റ്റാർട്ട് ചെയ്യണം, എന്തെങ്കിലും മനസ്സുകൊണ്ട് തന്നെ നിങ്ങൾ വേറൊരു ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. ഈ ഒരു സ്പോട്ട് ഇടുക്കിയിൽ വരുന്നവർ എന്തായാലും വരികയും വേണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ കൈലാസഗിരി എന്നൊക്കെ പോയി ഞാൻ നാട്ടിലെത്തി. ഞങ്ങളുടെ IB-യിൽ നിൽക്കുന്ന സമയത്ത് ലൈക്ക് എ സർപ്രൈസ്, ബിഗ് സർപ്രൈസ്. ഷീസ് മൈ കസിൻ, ഉണ്ണിക്കുട്ടായി എന്നാണ് ഞാൻ വിളിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരി ഭയങ്കര വലുതായിപ്പോ, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ജംഷഡ്പൂരൊക്കെ താമസിച്ച.
ഇപ്പോൾ ഷീസ് ബാക്ക് ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ഹാവ് ഫൈനലി മെറ്റ് ഹർ. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഇന്ന് പോയ സ്ഥലം അതിനുശേഷം ഇവളെ കണ്ടതൊക്കെ ഭയങ്കര സന്തോഷമായി. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. ഓക്കെ, എന്താ പറയാ, ലവ് ലൈഫ്, ലവ് എർത്ത്. നമുക്കുള്ള എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻ ഈ ഭൂമിയിൽ തന്നെയുണ്ട്. നമ്മൾ ജസ്റ്റ് കണ്ണു തുറക്കുക, അത് ഡിസ്കവർ ചെയ്യുക. അതിന്റെ ആവശ്യമില്ല.